CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ആരോഗ്യമേഖല ലോകോത്തര നിലവാരം പുലർത്തുന്നതാണെന്ന് മുരളി പെരുന്നില്ലി MLA. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രണയദിനത്തിൽ സാന്ത്വനം എന്ന പേരിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരുമ്പിലാവിൽ പോലീസ് സ്റ്റേഷൻ വേണമെന്നാവശ്യപ്പെട്ട് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടി പോലീസുകാർ തൃശൂർ സിറ്റി കമ്മീഷണർ R. ഇളങ്കോ IPSന് അപേക്ഷ കൈമാറി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി നടന്നു പോകുകയായിരുന്ന 2 സ്ത്രീകൾക്ക് ബൈക്കിടിച്ച് പരിക്കേറ്റു. തൈക്കാട് സ്വദേശികളായ ആലിക്കൽ വിജയലക്ഷ്മി, ഓടാട്ട് സതീരാജീവൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വർഗീയതയ്ക്കെതിരെ വെറുപ്പിനെതിരെ ഒരുമയുടെ സംഗീതം എന്ന സന്ദേശമുയർത്തി ദില്ലി ആസ്ഥാനമായ ചാറിയാർ സൂഫി സംഗീത ഗ്രൂപ്പ് ഫെബ്രുവരി 19 ചാവക്കാട് നഗരചത്തുരത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനം ചുറ്റുമതിൽ കെട്ടി വേർതിരിച്ച് സംരക്ഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി KP ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു. ചാവക്കാട് മത്സ്യഭവന്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. NK അക്ബർ MLA കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് ചൂണ്ടൽ പഞ്ചായത്തിൽ മെഗാ ശുചീകരണ യജ്ഞം നടത്തി. വേലൂർ മണിമലർക്കാവ് കുംഭഭരണി കുതിരവേലയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു. മാർച്ച് 2, 3, 4, 5 തീയതികളിലായാണ് കുതിരവേല ആഘോഷിക്കുന്നത്. 10ാം ക്ലാസ്സുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുരുവായൂർ പൂക്കോട് മഞ്ഞക്കാട്ട് സജീവ് രതി ദമ്പതികളുടെ മകൾ ദേവികയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊഴിയൂർ സെന്റ് ജോർജ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. വാഗ അയ്യംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം ആഘോഷിച്ചു. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും ചൊവ്വനൂർ BRCയും ചേർന്ന് നഗരസഭാ പരിധിക്കുള്ളിലെ SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നടത്തി. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 2024-25 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പച്ചക്കറി കൃഷി മൺചട്ടിയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ചമനൂർ സ്റ്റുഡൻസ് ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാറ്റിവെച്ച 2ാമത് ജമാൽ മെമ്മോറിയൽ ഇന്റർ കോളേജിയേറ്റ് വോളിബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 16 വൈകിട്ട് 5:30 ചമനൂർ അമൽ ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കടങ്ങോട് പാറപ്പുറം ഗവൺമെന്റ് LP സ്കൂളിൽ SSK ഫണ്ട് വിനിയോഗിച്ചു നിർമ്മിച്ച ചുറ്റുമതിൽ ഭിന്നശേഷി ടോയ്ലറ്റ്, ബോയ്സ് ടോയ്ലറ്റ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. മാറഞ്ചേരി പഞ്ചായത്ത് 2025-26 വർഷത്തെ വികസന സെമിനാർ വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം YWCAയുടെ ആഭിമുഖ്യത്തിൽ സെയിൽ 2025 സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച YWCA ഗ്രൗണ്ടിൽ നടക്കുന്ന സെയിൽ ബദനി മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ഉദ്ഘാടനം ചെയ്യും. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് PG ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വാൻഗാർഡ് ഫിലിം ഫെസ്റ്റിവൽ നടത്തി. ആടുജീവിതം നോവലിലെ കഥാനായകൻ നജീബ് ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.